കോൺഗ്രസ് നേതാവും വടകര എംപിയുമായ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാർ അങ്ങനെ സുഖിച്ചു വാഴാമെന്ന് കരുതണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. CPM-ന്റെ രാഷ്ട്രീയ തണലിൽ കോൺഗ്രസിനെ പൂട്ടാമെന്ന വിചാരത്തിലാണ് പോലീസ് ഇരിക്കുന്നതെങ്കിൽ അത് വെറും മോഹമാണെന്ന് യൂത്ത് കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഷാഫിയെ തല്ലിയ പോലീസ് ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡിനെ പൂട്ടാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു. ഇനി ലക്ഷ്യം ഉത്തരവ് നൽകിയ വടകര DYSP N ഹരിപ്രസാദാണ്. ഷാഫിയെ തല്ലിയിട്ട് വീട്ടിൽ കയറി ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസുകാർ ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് മാർച്ചുമായി എത്തി. വീട് വളഞ്ഞു നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് പ്രതിരോധം തീർത്തിരുന്നു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി KM അഭിജിത്തിന്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് DYSPയുടെ വീട് വളഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ വന്നതിന് പിന്നാലെ വീണ്ടും പ്രതിഷേധ പ്രകടനങ്ങളുടെ മാലപ്പടക്കം തീർക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. DYSPയുടെ വീട്ടിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചും കേരള പോലീസിനെ വെല്ലുവിളിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ വീഡിയോയും ഇവിടെ ചേർക്കുന്നു. പ്രേക്ഷകർക്ക് കണ്ടു നോക്കാം. ഇന്ന് ഇത്തരത്തിലുള്ളൊരു മാർച്ചുമായി ഇവിടേക്ക് ഞങ്ങൾ കടന്നു വരാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുൾപ്പെടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വടകരയിലെ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പേരാമ്പ്രയിലെ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാന്യമായി പ്രകടനവുമായി കടന്നു വന്നിട്ടുള്ള ഞങ്ങളുടെ ഷാഫി പറമ്പിൽ MP-യെയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട DCC പ്രസിഡന്റിനെ ഉൾപ്പെടെയുള്ള UDF-ന്റെ നേതാക്കളെ പിണറായി വിജയന്റെ പോലീസ് ക്രൂരമായി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കളെ പോലീസ് മർദ്ദിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് ആ പോലീസിനെ സംരക്ഷിക്കുന്ന നടപടിയുമായിട്ടാണ് പിണറായി വിജയനും ഭരണകൂടവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ ചോരയിൽ മുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന പോലീസിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുള്ള ഏതാനും ചില ക്രിമിനലുകളുണ്ട്. ആ ക്രിമിനലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരുത്തൻ ഈ നടുവണ്ണൂരുമുണ്ട്. അവന്റെ വീട്ടിലേക്കാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിനെ UDF-ന്റെ നേതാക്കളെ അകാരണമായി മർദ്ദിക്കാൻ വേണ്ടി CPM-ന്റെ ആഫീസിൽ നിന്നും കിട്ടുന്ന തിട്ടൂറുമായി കടന്നു വരുമ്പോ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പോലീസുകാരോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കൊഞ്ചം തുള്ളിയ മുട്ടോളം പിന്നെയും തുള്ളിയ ചട്ടിയിൽ എന്ന്. അതോർത്താൽ നിങ്ങൾക്കൊക്കെ നല്ലതാണ്. ഏതവനായാലും വേണ്ടില്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനും ഈ പ്രസ്ഥാനത്തിന് യാതൊരു മടിയുമില്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ വേറൊരുത്തനുണ്ട്, സർവീസിനകത്താണ് എന്നും പുറത്താണ് എന്നും പറയുന്നു. എന്തോ ഡേവിഡെന്നോ അങ്ങനെ എന്തോ ഒന്നാ ആ വിദ്വാന്റെ പേര്. ആ വിദ്വാനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നീ സർവീസിനകത്തായാലും പുറത്തായാലും CPM-ന് വേണ്ടി തെമ്മാടിത്തവുമായി തെരുവിലിറങ്ങിയാൽ യാതൊരു തർക്കവും വേണ്ട, നിന്നെയും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കടന്നുപോകും. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പോലീസല്ല, ആരായാലും മാന്യമായി കടന്നു പോകില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിൽ കേരളത്തിന്റെ തെരുവീതികളിൽ അങ്ങ് തൃശൂരായാലും ഇങ്ങ് കോഴിക്കോട്ടായാലും ഞങ്ങളൊക്കെ സഹപ്രവർത്തകരെ കാണുമ്പോ അടിക്കാൻ അങ്ങ് വല്ലാണ്ട് മുട്ടുന്ന പോലീസുകാരനോട് നിങ്ങളെ മുട്ടിലൊക്കെ തീർത്തു തരാൻ ഉശിരുള്ള പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. ഞങ്ങൾ പണ്ടൊക്കെ മുദ്രാവാക്യം വിളിക്കുമായിരുന്നു, കാലം മാറും ഭരണം മാറും അപ്പോൾ കാണാം മാമാങ്കമെന്ന്. എന്നാൽ ഇന്ന് ഞങ്ങൾ ആ മുദ്രാവാക്യം അങ്ങ് തിരുത്തിയിട്ടുണ്ട്. കാലം മാറിയില്ലെങ്കിലും മറ്റെന്ത് സംഭവിച്ചിട്ടില്ല എങ്കിലും യാതൊരു തർക്കവും വേണ്ട, നിങ്ങളൊക്കെ ഇരിക്കുന്ന നിങ്ങളുടെ കസാരക്കടികൾ വന്നുകൊണ്ട് നിങ്ങളെ നേരിടാൻ ഈ പ്രസ്ഥാനം തയ്യാറാവും. പിന്നെ എന്താ, വടകരയിലെ പേരാമ്പ്രയിലെ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരക്കഥയുമായി പോലീസ് കടന്നു വരികയാ. അവിടെ എന്തോ സ്ഫോടക വസ്തു പൊട്ടിക്കുക എന്നൊക്കെയാ പോലീസ് പറയുന്നത്. അതിന്റെ പേരിൽ കള്ളക്കേസ് എടുത്തുകൊണ്ട് ഞങ്ങളെ സഹപ്രവർത്തകരെ ജയിലിലടച്ച പോലീസുകാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്,
ഇല്ലാത്ത പൊട്ടാത്ത സ്ഫോടക വസ്തുവിന്റെ പേരുമായി നിങ്ങൾ കടന്നു വന്നാൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഈ പ്രസ്ഥാനം ഒന്ന് തീരുമാനിച്ചാൽ നിങ്ങളൊക്കെ ഇരിക്കുന്ന സിംഹാസനത്തിനടിയിൽ വിഷുവിന് പടക്കം പൊട്ടും പോലെ പലതും പൊട്ടിക്കാൻ ഞങ്ങൾക്കറിയാം. അതിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു വരുത്തരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷൈനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.